യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊരു ഫുൾ ലോങ് വീഡിയോ എടുക്കാൻ പോവാണ്. ഈ ഒരുക്കി കിട്ടി പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്ത് വരെ പോകാനാണ്. എൻ്റെ സിറ്റിയിലെ തന്നെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലം. നമുക്ക് ഇത്രയും ഞാൻ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 2 വർഷമായെങ്കിൽ പോലും ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പോൾ സമ്മറിൽ പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. എവിടെയാ എന്താണെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ട് അപ്പം ഞാൻ ഇവിടെ എത്തി. ഇതാണ് ഇത് എന്ന് പറയുന്നത് ജപ്പാനീസ് ഗാർഡനാണ്. ഇത് യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ ജപ്പാനീസ് ഗാർഡനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിന് ഏകദേശം എൻ്റെ പ്രായമുണ്ട്. ഞാനും ഇതിനും ഒരേ ബർത്ത് ഇയറാണ്, അതായത് 2000 ഇത് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമുക്ക് കുറച്ച് സഞ്ചാരി ചാനൽ എന്ന ലെവലിലോട്ട് പോകാം. ആൻഡ് ഇവിടെ സ്റ്റുഡൻസിന് ഫ്രീ ആണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസ്, എനിക്ക് ഓൾമോസ്റ്റ് ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻസിനും ഫ്രീ ആണെന്ന് തോന്നുന്നു. ഫ്രീ എന്ന് പറഞ്ഞാൽ ഫുൾ ഡേ അല്ല ഫ്രീ, 2 മണിക്ക് ശേഷം എല്ലാ ദിവസവും ഇവിടെ സ്റ്റുഡൻസിന് ഫ്രീ. അപ്പോൾ നമ്മുടെ ID കാർഡ് കാണിച്ചിട്ട് ജസ്റ്റ് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഞാൻ അകത്തോട്ട് ഇങ്ങനെ കയറി പോവുകയാണ്. ഇതൊക്കെ കണ്ട് ഇങ്ങനെ കയറി പോയി കഴിയുമ്പോൾ എനിക്ക് ഏകദേശം നമ്മുടെ നാട്ടിലെ അതേ ഒരു സെയിം ഫീലാണ് തോന്നിയത്. കാരണം ഇത്രയും പച്ചപ്പും ഹരിതാപവും പിന്നെ പാറക്കല്ല് പാകിയ വഴികളും, ഇത് ശരിക്കും നമ്മുടെ ആ നാട്ടിലെ അതേപോലെ നല്ല കുളിർമയായിരുന്നു. ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനെ കല്ലൊക്കെ പാകിയത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. ചെറിയൊരു കുളം ഇതൊക്കെ ഇതാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. അപ്പം എനിക്ക് ആക്രാന്തം മൂത്തിട്ട് ഞാൻ അതിൽ കൂടെ നടന്നു നോക്കി. കുറച്ച് നല്ല ഔട്ട്ഫിറ്റ് ഷോർട്സൊക്കെ ഇട്ടാൽ നോക്കിയാണ്. പക്ഷേ ഇപ്പോൾ കറക്കത്തിൽ മൂക്ക് മൂത്ത് ഞാൻ വെള്ളത്തിൽ താഴെ വീണേന്. അതൊക്കെ വേറെ കാര്യം. കാരണം എനിക്ക് ബാലൻസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഈ ചക്കക്കൂട്ടം കണ്ടിട്ട് ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കാരണം എനിക്ക് വെള്ളം ഇങ്ങനത്തെ സാധനങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഭ്രാന്തായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഇതെല്ലാം പോയി കാണാൻ. ഞാനിവിടെ ഫസ്റ്റ് ടൈം വരുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നോരോ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും നടത്തമെല്ലാം കഴിയുമ്പോൾ ദാണ്ട്ര ഒരു കാക്ക, കറക്റ്റ് നമ്മുടെ ബലിക്കാക്ക. ഞാനിവിടെ ജർമ്മനി വന്നിട്ട് ആദ്യമായിട്ടാണ് കാക്കയെ കാണുന്നത്. അങ്ങനെ ജർമ്മനിയിലും കാക്കയുണ്ടെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞിരിക്കുന്നു. അത് വല്ലാത്ത ട്രൂത്ത് റിവീലായി പോയി. അങ്ങനെ ഞാൻ കുറച്ച് നേരം കാക്ക സൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെനിക്ക് പട്ടി വില തന്നിട്ട് പറന്നുപോയി. എന്താ നോക്കട്ടെ, ഭയങ്കര ജാട, സെലിബ്രിറ്റിയാണെന്ന വിചാരം. അത് കഴിയുമ്പോൾ ഞാൻ ഇത്ര ഉള്ളായിരുന്നു ഇവിടെ കാണാൻ. അപ്പം നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നടന്നു പോകും. എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ അവനാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ മന്ദം നടന്ന് അകത്തോട്ട് ഓരോരോ പരവതാനിയിലേക്ക് കയറുകയാണ്. ഇങ്ങനെ ശരിക്കും ഈ സ്റ്റെപ്സ് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു എന്താണ് ഇടുക്കി അല്ലല്ലോ, നമ്മുടെ വയനാട് പോയൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പം അത് കഴിഞ്ഞ് നടന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു വെള്ളച്ചാട്ടവും പിന്നെ ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നിൽക്കുന്ന തടാകവും കണ്ടത്. അപ്പം ഇങ്ങനെ അത് ഞാനിങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു അവിടെ നോക്കാൻ. ഫുൾ സിറ്റി നമുക്ക് ആ ഒരു പോയിൻ്റിൽ നിന്ന് കാണാൻ പറ്റും. ഇതാ ഞാൻ പറഞ്ഞത്, വെള്ളച്ചാട്ടം ഇങ്ങനെ വന്ന് ഇങ്ങനെ നമുക്ക് ഫുൾ സിറ്റി അവിടെ നിന്ന് കാണാമായിരുന്നു. ഈ ചെടികളൊക്കെ ഇത്രയും ഇതായിട്ട് ലൈവ്ലി ആയിട്ട് നിൽക്കുന്നത് നല്ല രസമായിരുന്നു കാണാൻ. നല്ല പച്ചപ്പും ഹരിതാപമുള്ളൊരു സ്ഥലം. അങ്ങനെ ചെന്നപ്പോൾ ദാണ്ട്ര നമ്മുടെ അമ്പലത്തിൻ്റെ കുത്തുവിളക്ക് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെയാണ് ശരിക്കും നമ്മുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സ്ഥലമുള്ളത്. ആൻഡ് ഈ ഗാർഡനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്പോട്ടെന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. ഈ ഗാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ സമ്മറിൽ മാത്രമേ ഓപ്പൺ ആകത്തുള്ളൂ. കാരണം വിൻ്ററിൽ ഇലയെല്ലാം കൊഴിഞ്ഞു പോയി മരമൊന്നും ഇല്ലല്ലോ. പിന്നെ വെള്ളമെല്ലാം ഫ്രോസണും ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് സമ്മറിൽ മാത്രമേ ഓപ്പൺ ആക്കത്തുള്ളൂ. അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രത്യേകതരം കുണുക്കം കണ്ടോ എനിക്ക്. അത് വേറൊന്നുമല്ല, ഓവർ എക്സൈറ്റഡ് ആയതിൻ്റെയാണ്. ഈ ഒരൊറ്റ സാധനത്തിനെ കാണാനാണ് ഞാനിവിടെ വന്നത്. ഇതിൻ്റെ പേരാണ് കോയ് ഫിഷ്. ഓയ് അല്ല, കോയ് ഫിഷ്. ഇതിനെ കാണാൻ നല്ല രസമായിരുന്നു. ഇതിങ്ങനെ ലൈവായിട്ട് മൂവ് ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ടായിരുന്നേ.
നല്ല രസമായിരുന്നു. ഇത് എന്നിട്ട് വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഈ ഡോൾഫിൻ്റെ കൂട്ടൊക്കെ ഇങ്ങനെ ഡൈവ് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കറക്റ്റ് വീഡിയോ പിടിച്ച സമയത്ത് അത് ഡൈവ് അടിക്കുന്നില്ല. ഞാൻ ക്യാമറ മാറ്റി വെക്കുമ്പോഴത്തേനും അത് ഡൈവ് അടിക്കുന്നുണ്ടായിരുന്നു. എനിവേസ് അതിനും ജാടയാൻ തോന്നുന്നു. ഇവിടുത്തെ എല്ലാ സാധനത്തിനും ജാടയാണ്. കാക്കയ്ക്ക്, നമ്മുടെ മീനിനെ എന്തോ ചെയ്യാൻ, അത് എന്നെ കണ്ടുകൊണ്ടാണോ എന്നും അറിയത്തില്ല, എന്നെ ഇഷ്ടപ്പെടാത്തതാണോ എന്നും അറിയില്ല. പോട്ടെ. അങ്ങനെ നോക്കി നിന്നപ്പോൾ താണ്ട്രാ എന്നെ ഞാനൊന്ന് അടുത്ത് കാണാമെന്ന് വിചാരിച്ചു. അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ എൻ്റെ ഭംഗി നോക്ക്, എത്ര ബ്യൂട്ടിഫുള്ളാണ് നോക്കിക്ക്. എന്തൊരു വലിയ സൈസുമാണ്. ഇതിനെ പിടിച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. പക്ഷേ അറിയില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനാണ് എനിക്ക് കൂടുതൽ ഭംഗി തോന്നിയത്. ജപ്പാൻകാരിത് തിന്നും എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതിനെപ്പറ്റി എനിക്ക് കൺഫർമേഷനൊന്നുമില്ല, ജസ്റ്റ് കേട്ടറിവ് മാത്രം. എനിവേസ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ ഇതിൻ്റെ ഭംഗി ക്യാപ്ചർ ചെയ്യാമെന്ന് വെച്ചു. കാരണം എങ്ങോട്ട് നോക്കിയാലും പിക്ചർ പെർഫെക്റ്റായിട്ട് ഭയങ്കര എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുള്ളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ആ വഴി ക്രോസ് ചെയ്ത് അടുത്ത ഇതിലോട്ട് ചാടാമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ എല്ലാം മൊത്തത്തിൽ എന്നെയും അതിൻ്റെ ഭംഗിയും എല്ലാം കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇനി അങ്ങനെ ക്യാമറ നോക്കിയാണെന്ന് അവിടെ ഒരു കല്ലുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന കല്ലില്ലേ, ആ കല്ല് തട്ടിയതാണ് നിങ്ങൾ കുറച്ച് മുമ്പേ കണ്ടത്. അപ്പോൾ എന്ത് മനസ്സിലായി, ക്യാമറ നോക്കി വല്ലയിടത്തോട്ട് നടന്നു കഴിഞ്ഞാൽ മൂക്കും കുത്തി വീണേനെ. ഇപ്പോൾ അപ്പോൾ മര്യാദയ്ക്ക് നോക്കി കണ്ടൊക്കെ നടക്കുക. വീഡിയോ എടുക്കണമല്ല ശരിയാണ്, എന്നാലും മര്യാദയ്ക്ക് നേരെ നോക്കി നടക്കുക. ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ വീഴേണ്ടി വരും. പല പടുകുഴികളും വീഴാതെ രക്ഷപ്പെടുക. ചെറിയൊരു ഉപദേശം സൈഡിൽ കൂടെ തന്നാണ്. വേണ്ടവർക്ക് സ്വീകരിക്കുക, വേണ്ടവർക്ക് വിട്ടേക്കുക. ആൻഡ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കുറച്ചൊരു സൈഡിലോട്ട് നടന്നു പോയി. അത് കഴിഞ്ഞിട്ട് ആ സൈഡിൽ നിന്നും കൂടെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് വീഡിയോ, ഇതൊരു നമ്മുടെ കടവ്, വെള്ളക്കടവ് പോലത്തെ നമുക്ക് ഉള്ളതായിരുന്നു. പക്ഷെ അത് അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ചാടാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അടച്ചിട്ടത്. അത് നമ്മുടെ നാട്ടിലെ അമ്പലത്തിൻ്റെ ആ ഒരു കടവ് പോലൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ഈ സ്ഥലം നമ്മുടെ നാട്ടുമായിട്ട് ഭയങ്കര സിമിലറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ കൂടെ ഞാൻ പിന്നെ നടന്നേണ്ട ഈ ഫോണൊക്കെ നമ്മുടെ നാട്ടിലുള്ളതല്ലേ. ഇത് ജപ്പാനീഷർ ഗാർഡൻ എന്ന് മാറ്റിയിട്ട് ഇന്ത്യാനീഷർ ഗാർഡൻ എന്ന് പേരിടണം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരു പ്രപ്പോസൽ കൊടുത്ത് നോക്കിയാൽ ചിലപ്പോൾ സാധിച്ചാലോ. പിന്നെ അപ്പോൾ ഇവിടെയും കുറച്ച് ആ ഫിഷെല്ലാം പിന്നെ കുറച്ച് ഇങ്ങോട്ട് നീന്തി വന്നെന്ന് തോന്നുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ സൈഡിൽ നോക്കി ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സൈഡിൽ അവിടെ നിന്ന് താഴെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആ കണ്ട ഒരു മണ്ടയ്ക്ക് നിന്ന് കണ്ട വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഇവിടെ വന്ന് കൽപ്പടവും എല്ലാം കണ്ട് നമ്മൾ മണ്ടയ്ക്ക് നോക്കി ആ ഒരു താഴ്വശത്താണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. എല്ലാം നല്ല രസമായിരുന്നു കാണാൻ. മൊത്തത്തിൽ ആൾക്കാരും അങ്ങനെ ഒരുപാടില്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് സെറ്റി, സോഫ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ. അപ്പോൾ കുറച്ച് നേരം നടന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കുഞ്ഞു കുഞ്ഞു ഫിഷൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടിങ്ങനെ നടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് എന്നോട് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനോട് തല കുലുക്കിയാണ് ഞാൻ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പതുക്കെ നടന്ന് ഞങ്ങൾ വന്ന സ്ഥലത്തോട്ട് തന്നെ കറങ്ങി കയറാനാണ് നോക്കുന്നത്. ഇത് ആക്ച്വലി ഒരു കൊച്ചു ഗാർഡനാണ്, പക്ഷേ നല്ല രസമായിരുന്നു. ശരിക്കും ഈ പറഞ്ഞ ഈ ചെടികളെല്ലാം നമ്മൾ നാട്ടിൽ കാണുന്നൊരു ടൈപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ ഇരിക്കാനും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ഈ കൈവരിയും ഈ വെള്ളച്ചാട്ടവും എല്ലാം കാണുമ്പോൾ നമ്മുടെ അതിരപ്പള്ളിയുടെ ചെറിയൊരു ഫീലെന്ന് വേണം പറയാം. പക്ഷെ മൊത്തത്തിലില്ല, എന്നാലും ചെറിയൊരു മിനി അതിരപ്പള്ളി നമുക്കിവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ കുഞ്ഞു വീഡിയോ. എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറയാം. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ലോങ് വീഡിയോ എടുക്കുന്നത്. സോ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നോ എനിക്കറിയില്ല. ഇത്രയുള്ള അപ്പോൾ എൻ്റെ കുഞ്ഞു വലിയ ലോങ് വീഡിയോ എന്ന് പറയുന്നത്. Hope you'll enjoy it and thank you for watching. See you all in my next video. Bye.